ഹലോ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളിന്ന് ആക്ട റൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആക്ട റൂൾസിന്റെ സെക്ഷൻ 5 വരെ നമ്മൾ എടുത്തായിരുന്നു. ഓക്കെ, രജിസ്ട്രാർ ആരാണ്, സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, ഏത് ബാധ്യത അല്ലെങ്കിൽ ഏത് ലയബിലിറ്റിയിലായിരിക്കും സംഘം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സ്വന്തമായിട്ടൊരു സംഘം രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെ, അതായിരുന്നു സെക്ഷൻ 3. നമ്മൾ നോക്കുക, ആരുടെ മുൻപാകെയാണ് സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുക, രജിസ്ട്രാർ. പിന്നെ നമ്മുടെ സംഘത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം, പിന്നെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, സംഘത്തിന്റെ ബാധ്യത എന്തായിരിക്കണം. നമുക്കൊരു ഔട്ടർ വ്യൂ കിട്ടി അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായി, ആരുടെ മുൻപാകെ അപേക്ഷ കൊടുക്കണം എന്നൊക്കെ മനസ്സിലായി. നമ്മളെല്ലാവരും കൂടെ ഇന്ന് സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോവുകയാണ്. എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ എല്ലാവരും പോവാണ് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ, സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ വകുപ്പ് 6 കേട്ടോ. വകുപ്പ് 6 ഓർത്ത് വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ട വകുപ്പ് 6 അതുമായി ബന്ധപ്പെട്ട ചട്ടം കേട്ടോ. റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട ചട്ടം 3 അതുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 6 ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു സെക്ഷൻ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട റൂളും കൂടെ പറഞ്ഞു പോകും. ആ സെക്ഷൻ മാത്രമായിട്ടും റൂള് മാത്രമായിട്ടല്ല പറയുമ്പോൾ സെക്ഷനും റൂളും നമ്മൾ റിലേറ്റ് ചെയ്ത് പറയും. അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നുണ്ട് സെക്ഷൻ 6 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ എന്ന് പറയുക. എന്താണ് സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷയാണ്. അപ്പൊ അവിടെ സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്, an application for the registration of a cooperative society shall be made to the registrar. അപ്പൊ തന്നെ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ നമ്മൾ ആരുടെ മുൻപാകെയാണ് നൽകുന്നത്, നമ്മൾ രജിസ്ട്രാറിന്റെ മുൻപാകെയാണ് നൽകുന്നത്, സമർപ്പിക്കേണ്ടത് അല്ലെ. an application for the registration of cooperative society shall be made to the registrar in such form as may be prescribed, and the applicant shall furnish to him such information about the society as he may require. എന്താ അർത്ഥം? അതായത് ഒരു സഹകരണ സംഘം അല്ലെ, ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ നിർണയിക്കപ്പെട്ടിട്ടുള്ള ഫോറത്തിൽ നമ്മൾ അത് റൂളിൽ പറയും. ഏത് ഫോമാന്നൊക്കെ നമ്മുടെ റൂളിലാണ് പറയുക. അപ്പൊ സെക്ഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ എന്താണ് പറയുക, നിർണയിക്കപ്പെട്ടിട്ടുള്ള ഫോറത്തിൽ രജിസ്ട്രാറുടെ അടുക്കൽ ബോധിപ്പിക്കേണ്ടതാണ്. അപ്പൊ പറഞ്ഞിട്ടുള്ള രീതിയിൽ അത് നമ്മുടെ ചട്ടത്തിലാണ് പറയുക എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അത് പ്രകാരം നമ്മൾ രജിസ്ട്രാറിന് മുൻപാകെയായിട്ട് അപേക്ഷ എന്ത് ചെയ്തിരിക്കണം, ഹാജരാക്കണം അല്ലെങ്കിൽ ബോധിപ്പിക്കണം. സംഘത്തെ പറ്റി അദ്ദേഹം ആവശ്യപ്പെടുന്ന വിവരം അപേക്ഷകൻ അദ്ദേഹത്തിന് നൽകേണ്ടതുമാണ്. അതാണ് പറയുന്നത്. നോക്കിയേ, ആൻഡ് ദ ആപ്ലിക്കന്റ് ഷാൾ ഫർണിഷ് ടു ഹിം സച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദ സൊസൈറ്റി ആസ് ഹി മേ റിക്വയർ എന്നാ പറയുക. അതായത് സംഘത്തെ പറ്റി രജിസ്റ്റർ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മളോട്. അതാണ് പറയുന്നത്, സംഘത്തെ പറ്റി അദ്ദേഹം ആവശ്യപ്പെടുന്ന വിവരം അപേക്ഷകൻ അദ്ദേഹത്തിന് നൽകേണ്ടതുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? സിമ്പിളാണ്. അപ്പൊ അപേക്ഷ രജിസ്ട്രാറിന് മുൻപിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫോമിൽ നൽകണം അല്ലെ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോമിൽ നൽകണം. അതുപോലെ രജിസ്ട്രാർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് ആ മറുപടിയും കൊടുക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സബ്സെക്ഷൻ 2 പറയാണ്, എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൾ കൺഫേം ടു ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് എന്നാണ് പറയുക. അതായത് ഏതൊരു അപേക്ഷയുടെയും കാര്യത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം എന്നാണ് പറയുക അല്ലെ. എവറി സച്ച് ആപ്ലിക്കേഷൻ ഷാൾ കൺഫേം ടു ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് അല്ലെ. ഏതൊരു അപേക്ഷയുടെയും കാര്യത്തിൽ താഴെ പറയുന്നവ അനുസരിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കംപനൈഡ് ബൈ 3 കോപ്പീസ് ഓഫ് ദി പ്രപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. ബൈലോയെ കുറിച്ചൊക്കെ പഠിക്കും കേട്ടോ, വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ പറയുകയാണ്, സംഘത്തിന്റെ നിർദ്ദിഷ്ട ബൈലോയുടെ 3 കോപ്പികൾ കേട്ടോ. നമ്മൾ സംഘം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബൈലോ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്രപ്പോസ്ഡ് ബൈലോയുടെ, കാരണം ബൈലോ ആയിട്ടില്ല, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈലോ ആവാൻ പറ്റുള്ളൂ, രജിസ്റ്റേർഡ് ബൈലോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ മുൻപോട്ട് വെക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രപ്പോസ്ഡ് ബൈലോ മുൻപോട്ട് വെക്കുകയാണ്. അങ്ങനെ പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസ് എന്ന് ഓർത്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ പറയുന്നത്. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി accompanied by the 3 copies of the proposed bylaw. രജിസ്റ്റേർഡ് ബൈലോ അല്ല, പ്രപ്പോസ്ഡ് ബൈലോ. ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും അത് എന്തെന്ന് അറിയപ്പെടുന്നത്, പ്രപ്പോസ്ഡ് ബൈലോ എന്നറിയപ്പെടുന്നത്. സോറി, രജിസ്റ്റേർഡ് ബൈലോ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ അതിനെ നമ്മൾ പ്രപ്പോസ്ഡ് ബൈലോ എന്ന് പറയും. അപ്പൊ എന്താണ് ബൈലോ? ബൈലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപനിബന്ധന എന്നൊക്കെ പറയും.
എന്താണ് നിബന്ധന അല്ലെങ്കിൽ നിയമാവലി എന്നൊക്കെ പറയും. അതായത് ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ സംഘത്തിന്റെ ഇന്റേണൽ ലോ, സഹകരണ സംഘത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ബൈലോ പ്രകാരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ ഇന്റേണൽ ലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ബൈലോയെ വിശേഷിപ്പിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരും, സാറേ ഇപ്പൊ എക്സ്റ്റേണൽ ലോ എന്ന് ചോദിക്കില്ലേ, അത് ആക്ട് ആൻഡ് റൂളാണ്. ഇന്റേണൽ ലോ ബൈലോയും എക്സ്റ്റേണൽ ലോ എന്നറിയപ്പെടുന്നത് ആക്ട് ആൻഡ് റൂളുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം നോക്കിയേ എന്താണ് പറയുന്നത്, നമ്മൾ അപേക്ഷയോടൊപ്പം നമ്മുടെ സംഘത്തിന്റെ 3 പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി, അതായത് നിർദ്ദിഷ്ട ബൈലോ എന്ന് പറയും, പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി നൽകേണ്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ പറയുന്നുണ്ട്, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ എവറി വൺ ഓഫ് ദ ആപ്ലിക്കൻ ഹൂ. ഓക്കെ, ഒരു പോയിന്റ് നമ്മളവിടെ വിട്ടു അല്ലേ. ശരി, ആ ബിയോട് നോക്കാം. ബിയിൽ പറയാണ്, where all the applicants are individual, the number of applicants shall not be less than 25, each of such persons being a member of a different family എന്നാണ് പറയുക. അതായത് നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപേക്ഷകർ വേണമല്ലോ അല്ലേ, ആപ്ലിക്കൻസ് വേണം. അത് പറയുകയാണ്, എല്ലാ അപേക്ഷകരും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ അപേക്ഷകരും എന്താണ്, വ്യക്തികളാണെങ്കിൽ, എല്ലാ അപേക്ഷകരും ഇപ്പൊ നമുക്ക് ഒരു സംഘം രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആയിക്കണം നിർബന്ധമില്ല. മറ്റേ സഹകരണ സംഘത്തിനും നമ്മുടെ കൂടെ എന്താകാം, ആപ്ലിക്കൻ്റ് ആകാം. അപ്പൊ ഇവര് പറയാണ്, എല്ലാ അപേക്ഷകരും വ്യക്തികളാണ്, അല്ലെങ്കിൽ എല്ലാ അപേക്ഷകരും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പറയുന്നുണ്ട്, അപേക്ഷകരുടെ എണ്ണം 25 കുറയാൻ പാടില്ല. 25 പഠിക്കില്ല, 25 കുറയാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? where all the applicants are individuals, the number of applicants shall not be less than 25. അപ്പം എല്ലാ അപേക്ഷകരും എന്നെ പോലെയും നിങ്ങളെ പോലെ ഇൻഡിവിജ്വൽസ്, വ്യക്തികളാണെങ്കിൽ കേട്ടോ, വ്യക്തികളാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എന്താണ് പറയുക, ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 25. അപേക്ഷകരുടെ എണ്ണം 25 കുറയാൻ പാടില്ല. പിന്നെ പറയുന്നുണ്ട്, ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് എ ഡിഫറെന്റ് ഫാമിലി, വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 4, എന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് 5, എല്ലാവരും ചേർന്ന് 25, അങ്ങനെ പറ്റത്തില്ല. അപ്പൊ 25 കുറയാൻ പാടില്ല, ഈ 25 കുറയാൻ പാടില്ല അല്ലെ. അപ്പം പറയുന്നുണ്ട്, അവർ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നായിരിക്കണം, ഒരു ഫാമിലിയിൽ നിന്ന് വരാൻ പാടില്ലെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, അപേക്ഷയോടൊപ്പം നമ്മൾ പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി. ഇനി എല്ലാവരും എന്താണ്, എല്ലാ അപേക്ഷകരും അവിടെ വ്യക്തികളാണ്, ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അപേക്ഷകരുടെ എണ്ണം 25 കുറയാൻ പാടില്ല, ഓരോ വ്യക്തിയും ഡിഫറെന്റ് ഫാമിലിയിൽ നിന്ന് ഉള്ളവരായിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇപ്പൊ അടുത്ത പോയിന്റിൽ പറയുകയാണ് കേട്ടോ, അടുത്ത പോയിന്റിൽ പറയുകയാണ്, എന്താണ് പറയുക, ദ ആപ്ലിക്കേഷൻ ഷാൾ ബി signed by, the application shall be signed by every one of the applicant who is an individual as specified under clause A of subsection 1 of section 16 and by a person duly authorized on behalf of the government or any society or other body of person which is an applicant എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, വ്യക്തികളായിട്ടുള്ള വ്യക്തികൾ, ഞാൻ പറഞ്ഞു വ്യക്തികൾ അല്ലെ, അപേക്ഷകർ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, വ്യക്തികളായിട്ടുള്ള ഓരോ അപേക്ഷകനും സെക്ഷൻ 16 എന്ന് പറയുന്ന പേഴ്സൺ ഹൂ മേ ബിക്കം മെമ്പർ, ആർക്കൊക്കെ അംഗങ്ങളാവാമെന്നാണ് സെക്ഷൻ 16 പറയുന്നത്. ഞാൻ വിശദമായി എടുത്തു തരും, മെമ്പർഷിപ്പിന്റെ ചാപ്റ്റർ ആണ് എടുത്തു തരും. ഇവിടെ പറയാണ്, വ്യക്തികളായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിയായിട്ടുള്ള ഓരോ അപേക്ഷകനും എന്താണ്, വകുപ്പ് 16 ഉപവകുപ്പ് 1 ക്ലോസ് എയിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഗവൺമെന്റിന്റെയോ അപേക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും സംഘത്തിനോ വ്യക്തികളുടെ മറ്റ് സംഘത്തിനോ വേണ്ടി യഥാവധി അധികാരപ്പെടുത്തപ്പെട്ട ആളും അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കണം. അതായത് ഞാനിവിടെ പറഞ്ഞു, ആദ്യം പറഞ്ഞ എന്താണ്, എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, എല്ലാവരും വ്യക്തികളാണെങ്കിൽ 25 കുറയാൻ പാടില്ല, 25 പേര് 25 മെമ്പർ ഫ്രം ഡിഫറെന്റ് ഫാമിലി എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ഇവരിവിടെ പറയുന്നത്, ഇനി ഇതിൽ അപേക്ഷയിൽ ഒപ്പിടാൻ പോകുന്നത് ഏതെങ്കിലും സംഘമായിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പറയുക, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇത്രയാണ്, ഇപ്പം വ്യക്തികളാണെങ്കിൽ നമ്മൾ ഒപ്പിടുക, നിങ്ങൾ ഉൾപ്പെടുന്ന 20 വ്യക്തികൾ ആണെങ്കിൽ നമ്മൾ ഒപ്പിടുക. ഇനി വ്യക്തികളോടൊപ്പം തന്നെ മറ്റ് സഹകരണ സംഘമോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡി ഓഫ് പേഴ്സൺസും കൂടെ ഇവിടെ അപേക്ഷനാകുന്നുണ്ടെങ്കിൽ അവര് അധികാരപ്പെടുത്തിയ വ്യക്തി ഇതിൽ ഒപ്പിട്ടിരിക്കണം പറയുക. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ വളരെ വിശദമാക്കി തരാം കേട്ടോ. അതായത് ഇപ്പൊ എല്ലാവരും കൂടെ ഒരു 30 പേരുണ്ടെന്ന് വിചാരിക്കുക, ഒരു 30 പേരുണ്ട്. അതിൽ 27 പേര് എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ഇൻഡിവിജ്വൽസ് ആണെന്ന് വിചാരിക്കുക. ബാക്കി 3 പേരിൽ ഒരു സൊസൈറ്റി ഉണ്ട്,
ഒരു എന്താ പറയുക ബോഡി ഓഫ് കോപ്പറേറ്റീവ് ഉണ്ട് അല്ലേ, ആ ബോഡി ഓഫ് പേഴ്സൺസ് അല്ല അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് മെമ്പേഴ്സ് ആണെങ്കിൽ ഈ സൊസൈറ്റിയെയും നമ്മുടെ 27 പേരുടെ ഒപ്പം വേണം, അതോടൊപ്പം തന്നെ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് ഒരാളുടെ ഒപ്പം വേണം. ഇനി ഗവൺമെന്റ് മെമ്പർ ആണെങ്കിൽ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റ് അധികാരപ്പെടുത്തിയ ഒരു വ്യക്തി അതിൽ ഒപ്പിട്ടിരിക്കണം. ഇനി സംഘമാണെങ്കിൽ സംഘം അധികാരപ്പെടുത്തിയ വ്യക്തി അതിൽ ഒപ്പിട്ടിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽസ് ഒപ്പിടുക. ഇനി മറ്റേതെങ്കിലും സംഘമോ അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ അടുത്ത് അംഗമായി വരുന്നതെങ്കിൽ അവര് അധികാരപ്പെടുത്തി വിടുന്ന അവരുടെ ഒരു ഡെലഗേറ്റ് അല്ലെ, അവർക്ക് വേണ്ടി അവരൊരാളെ അധികാരപ്പെടുത്തും. ആ വ്യക്തിയും ഇതിൽ ഒപ്പിട്ടിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 16 ഒക്കെ ആകുമ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കും എങ്ങനെയാണ് മെമ്പേഴ്സ് ആർക്കൊക്കെ അംഗങ്ങളാണെന്നൊക്കെ പഠിക്കും കേട്ടോ. ഇതിന് മുൻപായിട്ട് നമ്മൾ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ് ദ എക്സ്പ്രഷൻ മെമ്പർ ഓഫ് എ ഫാമിലി മീൻസ് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർ വേണ്ടേ അല്ലേ. അപ്പൊ മെമ്പർ ഓഫ് എ ഫാമിലി എന്നതിൽ ആർക്ക് ഉൾപ്പെടും, അതായത് ഇവർക്ക് പറ്റില്ല, ഈ പറയുന്ന ആൾക്കാർക്ക് പറ്റില്ല. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കും. പറയാം ഡിഫറെന്റ് 25 മെമ്പേഴ്സ് ഫ്രം ഡിഫറെന്റ് ഫാമിലി, വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള അംഗങ്ങൾ വേണമെന്ന് ഞാൻ പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആ വ്യത്യസ്ത ഫാമിലി അതായത് മെമ്പർ ഓഫ് എ ഫാമിലി എന്നുകൊണ്ട് അർത്ഥം അത് ഫോർ എക്സാമ്പിൾ വൈഫ്. ഇപ്പൊ ഞാൻ സംഘത്തിന്റെ അപേക്ഷയിൽ ഒപ്പിട്ടുണ്ടെങ്കിൽ എന്റെ വൈഫിന് ഒപ്പിടാൻ പറ്റത്തില്ല. ഒപ്പിടാം, പക്ഷെ എന്താണ് ആ വൈഫ് ഡിഫറെന്റ് ഫാമിലി അതായത് ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? അതായത് ഞാനിപ്പോൾ എൻ്റെ വൈഫ് ഒരു സംഘത്തിന്റെ അപേക്ഷയിൽ ഒപ്പിട്ടാൽ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ രണ്ടുപേരായിട്ട് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുക. അപ്പം ഡിഫറെന്റ് ഫാമിലി മെമ്പേഴ്സ് വേണ്ടേ. ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ എല്ലാവരോടും വന്നു കഴിഞ്ഞാൽ അവിടെ പറ്റില്ല. ഡിഫറെന്റ് ഫാമിലിയിൽ നിന്ന് വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 പേര് വേണം. അതുകൊണ്ട് തന്നെ ഇവരോട് പറയുകയാണ് എന്താ പറയുക കുടുംബത്തിലെ അംഗം എന്നത് ഫാമിലി മെമ്പർ എന്നതുകൊണ്ട് ആരൊക്കെയാണ് ഉൾപ്പെടുത്തുക നോക്കാം. വൈഫ്, ഹസ്ബൻഡ്, ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, സ്റ്റെപ്പ് ഫാദർ, സ്റ്റെപ്പ് മദർ, സൺ, ഡോട്ടർ, സ്റ്റെപ്പ് സൺ, സ്റ്റെപ്പ് ഡോട്ടർ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, ഹാഫ് സിസ്റ്റർ ആൻഡ് വൈഫ് ഓഫ് ബ്രദർ ഓർ ഹാഫ് ബ്രദർ. ഇതെല്ലാം എന്താണ് മെമ്പർ ഓഫ് എ ഫാമിലി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? മെമ്പർ ഓഫ് ദ ഫാമിലി എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതിന് ഇവർക്ക് പറ്റില്ല, ഡിഫറെന്റ് ഫാമിലി മെമ്പേഴ്സ് വേണം. ഇവരെയൊക്കെ നമ്മളൊരു കുടുംബത്തിൻ്റെ ആളായിട്ടാണ് കണക്ക് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ എന്താണ് മകൻ, അതുപോലെ തന്നെയാണ് മകൻ്റെ വൈഫ്, അച്ഛൻ, അമ്മ, ഇവർ 4 പേരും എന്താണ് ഒരു ഫാമിലി അംഗമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുക. ഡിഫറെന്റ് ഫാമിലി എന്നുള്ള അംഗങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേടി? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്, ക്ലാസ് ഒന്ന് കണ്ടു നോക്കി സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട തനത് റൂളാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? റൂൾ 3യിലാണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് നമ്മൾ എന്താ പറയുന്നത് പ്രതിപാദിക്കുന്നത്. അപ്പൊ റൂൾ 3 അല്ലെങ്കിൽ വകുപ്പ് 3ലാണ് പറയുന്നത് കേട്ടോ. വകുപ്പ് 3ലാണ് പറയുന്നത്. നോക്കാം. എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 6 ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ഫോം നമ്പർ 1 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർദ്ദിഷ്ട ഫോം എന്ന് പറഞ്ഞില്ല, ആ ഫോം എന്ന് പറഞ്ഞാൽ ഫോറൻ നമ്പർ 1 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് 2 ഡ്യൂപ്ലിക്കേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ, 2 അപേക്ഷ കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? എവറി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 6 ഷാൾ ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ഫോം നമ്പർ 1 ബി അക്കമ്പനിബിൾ. ഇപ്പൊ നമ്മൾ ഫോറൻ നമ്പർ 1 വേണം ഈ അപേക്ഷ സമർപ്പിക്കാനെന്ന് ഓർത്ത് വെച്ചേക്കുക. ഫോറൻ നമ്പർ 1 ഡ്യൂപ്ലിക്കേറ്റ് ആണ്, 2 കൊടുക്കണം. ഓക്കെ, അല്ല ഒറ്റ അപേക്ഷയല്ല, അതിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുക്കണം. ഇൻ ഡ്യൂപ്ലിക്കേറ്റ് 2 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കുക ഫോറൻ നമ്പർ 1 അപേക്ഷയുടെ 2 പകർപ്പ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കേട്ടോ, 2 പകർപ്പ് നൽകണം. പിന്നെ അതിനോടൊപ്പം നമ്മൾ നൽകേണ്ട കാര്യങ്ങളാണ് 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. അത് നമ്മൾ ഓൾറെഡി സെക്ഷനിലും പറഞ്ഞിരുന്നു അല്ലേ. സെക്ഷനിലും പറഞ്ഞില്ലേ 3 കോപ്പി, 3 കോപ്പീസ് ഓഫ് പ്രപ്പോസ്ഡ് ബൈലോ, നിർദ്ദിഷ്ട നിയമാവലിയുടെ 3 കോപ്പീസ്. പിന്നെ ബി നേരത്തെ ഉണ്ടായിരുന്നു, അത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, അത് പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഒമിറ്റ് ആണെന്ന് കടന്നോട്ടെ. സിയിൽ പറയാണ് എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് who have contributed to the share capital together with the amount contributed and the entrance fee paid by each of them ആണ്. അപ്പൊ എന്താ ഭർത്താവുക? പ്രവേശന ഫീസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫീ, പ്രവേശന ഫീസും അതുപോലെ തന്നെ ഓഹരി ഷെയർ ക്യാപിറ്റൽ, ഓഹരി സംഖ്യയും നൽകിയിട്ടുള്ള വ്യക്തികളുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ ഫീയും അതുപോലെ ഷെയർ ക്യാപിറ്റലിനും പൈസ നൽകിയിട്ടുണ്ടല്ലോ, അവരുടെ എന്താ പറയുക വ്യക്തികളുടെ പേരും അവർ നൽകിയ തുകയും വ്യക്തമാക്കുന്ന പട്ടികകളുടെ 2 പകർപ്പ്. അപ്പൊ ആരൊക്കെയാണ് അപേക്ഷാ ഫീസ് തന്നിട്ടുള്ളത്, ആരൊക്കെയാണ് ഷെയർ ക്യാപിറ്റൽ പേ ചെയ്തിട്ടുള്ളത്, ഓരോരുത്തരും എത്ര രൂപ വെച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ കോപ്പി, അതും എത്രയാണ് കൊടുക്കുക? 2. എ ലിസ്റ്റ് ഓഫ് പേഴ്സൺ ഇൻ ഡ്യൂപ്ലിക്കേറ്റ് 2 പകർപ്പ് നൽകണം. അതായത് ആരൊക്കെയാണ്
അല്ലേ? ഷെയർ ക്യാപിറ്റലിലേക്ക് ആരൊക്കെ പൈസ തന്നിട്ടുണ്ട്, എൻട്രൻസ് ഫീ അല്ലെ, എൻട്രൻസ് ഫീ എന്ന് പറയും, അപേക്ഷ ഫീസ് അല്ലേ, എൻട്രൻസ് ഫീ അല്ലെങ്കിൽ പ്രവേശന ഫീസ് എന്ന് പറയും. ഓക്കെ, ആപ്ലിക്കേഷൻ അല്ല, പ്രവേശന ഫീസ്. അപ്പോൾ എൻട്രൻസ് ഫീയും അവർ നൽകിയിട്ടുള്ള ഓഹരി എത്രയാണ്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ള കാര്യം, അത് ഓരോരുത്തർ എത്ര രൂപ തന്നു, ആരൊക്കെയാണ് തന്നത്, ഓരോരുത്തർ എത്ര രൂപ വെച്ചാണ് തന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്ന 2 കോപ്പി കൊടുക്കണം. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. 2 പകർപ്പുകൾ അല്ലെങ്കിൽ 2 ഇൻഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. പിന്നെ പോകുന്നുണ്ട് സ്കീം ഷോവിംഗ് ദ ഡീറ്റെയിൽസ് ആസ് ടു ദ സൗണ്ട്നെസ് ഓഫ് ദ പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി. എന്താ അർത്ഥം നോക്കുക? വളരെ വിശദമായിട്ട് മനസ്സിലാക്കുന്ന കാരണം സംഘത്തിന്റെ നിർദ്ദിഷ്ട വ്യാപാരത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വിശദാംശങ്ങൾ കാണിക്കുന്ന രൂപരേഖ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും, റിജക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ദ സ്കീം ഷോവിംഗ് ദ ഡീറ്റെയിൽസ് ആസ് ടു ദ സൗണ്ട്നെസ് ഓഫ് ദി പ്രപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി. അതായത് ഈ ബിസിനസ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ, രജിസ്ട്രാറിന് മുൻപിൽ നമ്മൾ അപേക്ഷയുടെ ഒപ്പം നമ്മൾ നൽകിയിരിക്കണം. പിന്നെ പറയുന്നത് സച്ച് അതർ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെന്റ്സ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ രജിസ്ട്രാർ. ഇനി രജിസ്ട്രാർ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെ, രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മറ്റ് വിവരങ്ങളും പ്രമാണങ്ങളും. such other information and documents as may be required by the registrar. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക അല്ലേ. എന്താണ് പറയുക, രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മറ്റ് വിവരങ്ങളും പ്രമാണങ്ങളും. സച്ച് അതർ ഇൻഫർമേഷൻ ആൻഡ് ഡോക്യുമെന്റ്സ്, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ചോദിക്കുകയാണെങ്കിൽ അതും നമ്മൾ നൽകിയിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതും മനസ്സിലായി. അടുത്ത പറയുകയാണ്, വേർ ദ ആപ്ലിക്കൻസ് ആർ ഇൻഡിവിജ്വൽസ്, അപേക്ഷകരുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ദ ആപ്ലിക്കേഷൻ ഷാൾ ബി സൈൻഡ് ബൈ നോട്ട് ലെസ് ദാൻ 25 പേഴ്സൺ ഈച്ച് ഓഫ് സച്ച് പേഴ്സൺ ബീങ് എ മെമ്പർ ഓഫ് എ ഡിഫറെന്റ് ഫാമിലി. നമ്മൾ ഓൾറെഡി സെക്ഷനിൽ പറഞ്ഞതാണ്, എങ്കിലും അവരുടെ റൂളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്, അപേക്ഷകർ വ്യക്തികളാണെങ്കിൽ അപേക്ഷ 25-ൽ കുറയാത്ത വ്യക്തികളാൽ ഒപ്പുവച്ചിരിക്കേണ്ടതും അങ്ങനെയുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. നമ്മൾ അവരുടെ സെക്ഷനിൽ പറഞ്ഞു, അപേക്ഷകര് എന്താണ് പറയുക, എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ, വ്യക്തികളാണെങ്കിൽ അവിടെ 25-ൽ കുറയാത്ത ആൾക്കാർ വേണം, അവര് വ്യത്യസ്ത ഫാമിലി അല്ലെങ്കിൽ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനിയാണ് നമ്മൾ അവിടെ പറഞ്ഞ ഒരു കാര്യം ക്ലാരിഫൈ നിങ്ങൾക്ക് കിട്ടുകയാണ്. വേറെ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് എന്താണ്, വേറെ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി, രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു സംഘത്തിന്റെ അംഗം. അതായത് നമ്മൾ പറഞ്ഞു, ഇൻഡിവിജ്വൽസ് മാത്രമല്ല, സഹകരണ സംഘങ്ങൾക്കും മെമ്പറാകാം, അല്ലേ, സഹകരണ സംഘങ്ങൾക്കും മെമ്പറാകാം, അപേക്ഷകരാകാം. ഇപ്പൊ പറയാണ്, വേറെ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റർ, അതായത് രജിസ്റ്റർ ചെയ്യേണ്ട സംഘം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന സംഘത്തിന്റെ പേര് ABC സൊസൈറ്റി എന്നാണ്. ഓക്കെ, നമ്മുടെ സംഘത്തിന്റെ പേര് കേട്ടോ, അങ്ങനെ കൊടുത്തു. ഇപ്പൊ ABC സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്, ഇവിടെ കുറെ അപേക്ഷകർ കാണും അല്ലേ. അതിൽ പറയാണ്, ഏതെങ്കിലും ഒരു സൊസൈറ്റി ഇതിലെ അപേക്ഷകനാണെങ്കിൽ കേട്ടോ, സൊസൈറ്റി അപേക്ഷകനാണെങ്കിൽ അതാ പറയുക, വേറെ എനി മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് ഈസ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് സൊസൈറ്റി ഇവിടെ മെമ്പറായി വരുമ്പോൾ, ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഇവിടെ മെമ്പറായിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം, നിലവിൽ XYZ എന്ന് പറഞ്ഞൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ XYZ നമ്മുടെ ഈ ABC സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതിൽ അപേക്ഷകനായി വരികയാണെങ്കിൽ പറയുന്നുണ്ട്, എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓർ സച്ച് രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദാറ്റ് സൊസൈറ്റി ബൈ എ റെസല്യൂഷൻ ടു സൈൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ ഈ സൊസൈറ്റി, ഈ XYZ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആരായിരിക്കണം സൈൻ ചെയ്യേണ്ടത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. XYZ സംഘത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ അപേക്ഷ സംഘം, ഈ ABC സംഘമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അതിലൊരു അപേക്ഷകനാണ് XYZ സൊസൈറ്റി. അപ്പൊ ഈ XYZ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അപേക്ഷയിൽ ഒപ്പിടാൻ പോകുന്നത് ആരാന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് സച്ച് സൊസൈറ്റി ഷാൾ ബി ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദാറ്റ് സൊസൈറ്റി ബൈ എ റെസല്യൂഷൻ. അതായത് ഈ XYZ സംഘം, ഈ സംഘത്തിന്റെ കമ്മിറ്റിയിലെ ഒരു അംഗമായിരിക്കും ഈ അപേക്ഷയിൽ ഒപ്പിടുക. ക്ലിയർ ആകുന്നുണ്ടോ? പക്ഷേ ഓർത്ത് നോക്കുക, അങ്ങനെ ഒരാൾ ചുമ്മാ ചാടിക്കയറി വന്ന് ഞാൻ ഒപ്പിട്ടേക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. ആ കമ്മിറ്റി, XYZ സംഘത്തിന്റെ കമ്മിറ്റി റെസല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട്, പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി മെമ്പറിനെ അധികാരപ്പെടുത്തേണ്ടതായിരിക്കണം. ആ കമ്മിറ്റി മെമ്പർ ആയിരിക്കണം സംഘത്തിന്റെ അപേക്ഷയിൽ വന്ന് ഒപ്പിടേണ്ടതെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പം ആൻഡ് ദ ബൈലോ ഓഫ് ഇറ്റ്സ് ബിഹാഫ് ആൻഡ് എ കോപ്പി ഓഫ് സച്ച് റെസല്യൂഷൻ ഷാൾ ബി അപ്പൻഡഡ് ടു ദ ആപ്ലിക്കേഷൻ. അങ്ങനെ ഉള്ള ആ ഒരു കോപ്പി ഉണ്ടല്ലോ, ആ റെസല്യൂഷൻ, ഒരു പ്രമേയം പാസ്സായിക്കൊണ്ട് പറയുകയാണ് നമുക്ക് ഇന്നയാളെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രതിനിധിയായിട്ട് വിടാം. അപ്പൊ ആ റെസല്യൂഷന്റെ കോപ്പിയും കൂടെ എന്ത് വേണം, ഇതിനോടൊപ്പം നമ്മൾ പിൻ ചെയ്തിരിക്കണം. ക്ലിയർ ആയോടെ? ഓർത്ത് നോക്കുക, ഒരു സംഘമാണ് മെമ്പറായിട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷകനായിട്ട് വരുന്നതെങ്കിൽ ആ സംഘത്തിന്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ ആയിരിക്കും ഇതിൽ ഒപ്പുവെക്കേണ്ടത്. ഏതെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ ആ സംഘം എന്ത് ചെയ്യുകയാണ്, പ്രമേയം റെസല്യൂഷൻ പാസ്സാക്കി ഒരാളെ അധികാരപ്പെടുത്തണം. ആ വ്യക്തി വന്ന് എന്ത് ചെയ്യണം, ഇതിൽ സൈൻ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കും.
അപ്പം ഓർത്ത് വെക്കുക, ഇദ്ദേഹം സൈൻ ചെയ്താൽ മാത്രം പോലെ ആ റെസൊല്യൂഷന്റെ കോപ്പിയും കൂടെ നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം നമ്മൾ പിൻ ചെയ്തിരിക്കണം ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ? ഇനി അവിടെ പറയുകയാണ്, where any member of a society to be registered is a body, whether statutory or non-statutory committee or corporation, that body shall authorize any person to sign the application for registration and the bylaw on its behalf, and a copy of the resolution giving such authority shall be appended to the application. എന്താ പറയുക? ഇപ്പൊ നമ്മൾ സൊസൈറ്റി ആണെങ്കിൽ സംഘത്തിന്റെ കമ്മിറ്റി മെമ്പർ, ആ സംഘത്തിന്റെ കമ്മിറ്റി മെമ്പർ. ഇനി പറയുകയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ ആണ് നമ്മളിവിടെ അംഗമായിട്ട് വരുന്നത്. സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയുടെ കമ്മിറ്റിക്കാരൻ ഒന്ന് ഒപ്പിടണം. എന്നാൽ ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ ആണ് അംഗമായി വരുന്നതെങ്കിൽ അവർക്ക് ആരെ വേണമെങ്കിലും, ഓക്കെ, ആരെ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാമെന്നാ പറയുക, അവർക്കൊരു റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആരെ വേണമെങ്കിലും അവരുടെ പ്രതിനിധിയായിട്ട് ഈ സംഘം രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷയിൽ ഒപ്പിടിപ്പിക്കാമെന്നാണ് പറയുക. ഇവിടെ പറയുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു സംഘത്തിലെ ഏതെങ്കിലും അംഗം നിയമാധിഷ്ഠിതമോ അല്ലാതെയോ ആയ ഒരു സമിതി, അതായത് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയോ കോർപ്പറേഷനോ ബോർഡോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയാണ് കോർപ്പറേഷനോ ആണെങ്കിൽ രജിസ്ട്രേഷനുള്ള വ്യക്തിയെ അധികാരപ്പെടുത്തേണ്ടതാണ്. അല്ലേ? ഓർക്കുക, അങ്ങനെ അതിൽ ഒപ്പിടേണ്ട ഒരു വ്യക്തിയെ എന്ത് ചെയ്യണം? ഇവർ അധികാരപ്പെടുത്തണം എന്നാണ് പറയുക. അപ്രകാരം അധികാരം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിന്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം വെച്ചിരിക്കേണ്ടതുമാണ്. അവർക്ക് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? നമ്മളൊരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ആരെ വേണമെങ്കിലും ഓതറൈസ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷെ സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിയുടെ കമ്മിറ്റിക്കാരൻ വേണം. ആ കമ്മിറ്റിക്കാരനെ, ആ സംഘത്തിന്റെ കമ്മിറ്റി തന്നെ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഓതറൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ഓർത്ത് വെക്കുക, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡോ കമ്മിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ അവർക്ക് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? അധികാരപ്പെടുത്താം. പക്ഷെ ഓർത്ത് വെക്കുക, റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് മാത്രമേ അധികാരപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, എവരി ആപ്ലിക്കേഷൻ ഷാൾ ബി സെൻഡ് ടു ദ രജിസ്ട്രാർഡ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഡെലിവേർഡ് ഇൻ ഓഫീസ് ഇൻ പേഴ്സൺ എന്നാണ് പറയുക. അതായത് അപേക്ഷ രജിസ്ട്രാർക്ക് രജിസ്റ്റേർഡ് തപാൽ വഴി അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ട് എത്തിച്ചിരിക്കുകയോ വേണം. ഓർത്ത് വെച്ചേക്കുക, ഒന്നെങ്കിൽ നേരിട്ട് പോയി നമുക്ക് എത്തിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിലൂടെ അയച്ചു കൊടുക്കാം. ഇനി ആറാമത് പറയുന്ന കാര്യമാണ്, ഓർത്ത് വെച്ചേക്കണേ, എല്ലാ അപേക്ഷയിലും എവരി ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനിഡ് ബൈ എ ചെൽ ആൻഡ് റെസിപ്റ്റ് ഫോർ ഹാവിംഗ് റിമിറ്റഡ് ദ രജിസ്ട്രേഷൻ ഫീസ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയുക? ആ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിരിക്കണം. അല്ലേ? ചുമ്മാ പറ്റത്തില്ല. രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപേക്ഷയോടൊപ്പം നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ച ചെല്ലാനും കൂടെ എന്ത് ചെയ്തിരിക്കണം? പിൻ ചെയ്തിരിക്കണം. അല്ലേ? അപ്പൊ നോക്കാം രജിസ്ട്രേഷൻ ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് സംഘത്തിന്റെ പ്രവർത്തനം. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നത് അതിന്റെ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ സംഘത്തിന്റെ പ്രവർത്തന പരിധിയാണ്. പറയുകയാണ് വിതിൻ എ താലൂക്ക്, ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് സംഘത്തിന്റെ പ്രവർത്തന പരിധിയെങ്കിൽ അവിടെ നമ്മൾ എത്ര രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നതോടെ 2500 രൂപ അടയ്ക്കണം. ഒരു താലൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ 2500. ഇനി പറയാണ്, ഒരു താലൂക്കിൽ കൂടുതലുണ്ട് പ്രവർത്തന പരിധി, എന്നാൽ ഒരു ജില്ലയിൽ കുറവാണ്. ഒരു താലൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ 2500. ഇനി പറയണം, ഒരു താലൂക്കോ അതിൽ കൂടുതലോ എന്നാൽ ഒരു ജില്ലയിൽ കുറവാണെങ്കിൽ 5000. ക്ലിയർ അല്ലേ? ഇനി ഒരു ജില്ലയാണെങ്കിലോ, ജില്ലയാണെങ്കിൽ 6250. ജില്ലയാണെങ്കിൽ 6250 ഓർത്ത് വെച്ചേക്കാം. ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് 2500, ഒരു താലൂക്കോ അതിൽ കൂടുതലോ എന്നാൽ ഒരു ജില്ലയിൽ കുറവാണ് പ്രവർത്തന പരിധിയെങ്കിൽ 5000, ഒരു ജില്ലയാണെങ്കിൽ 6250. ഇനി പറയാണ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട്, ഒരു ജില്ലയിൽ കൂടുതലാണെങ്കിൽ 12500. നേരത്തെ 2000, 4000 അല്ലെ, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അമെൻഡ് ചെയ്തു. ഇപ്പൊ എന്ത് ചെയ്തു? 2500, 5000, 6250, 12500 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ? അടുത്ത പറയണം, പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് എനി സ്കൂൾ ഓർ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സംഘമാണെങ്കിൽ അവിടെ 100 രൂപ അയച്ചാൽ മതി. അവരുടെ പ്രവർത്തന പരിധി നോക്കണ്ട. ക്ലിയർ അല്ലേ? ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സംഘമാണെങ്കിൽ 100 രൂപയും, അതുപോലെ തന്നെ വനിതാ സംഘമോ അല്ലെങ്കിൽ SC/ST സംഘമോ ആണെങ്കിൽ 500 രൂപ. അത് ഓർത്തേക്കണം കേട്ടോ. ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് സംഘമാണെങ്കിൽ 100 രൂപ, ഒരു വനിതാ സംഘമോ ഒരു SC/ST സംഘമാണെങ്കിൽ 500. അവർക്ക് ഈ നമ്മൾ മേലിൽ പറഞ്ഞ പ്രവർത്തന പരിധിക്ക് അനുസൃതമായിട്ടുള്ള ഫീസ് അടയ്ക്കണ്ട. ഇപ്പോൾ ഒരു താലൂക്കിൽ കുറവാണെങ്കിൽ 2500, ഒരു താലൂക്കോ അതിൽ കൂടുതലും എന്നാൽ ഒരു ജില്ലയിൽ കുറവാണെങ്കിൽ 5000, ഒരു ജില്ലയാണെങ്കിൽ 6250, ഒരു ജില്ലയിൽ കൂടുതലാണെങ്കിൽ 12500 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി സ്കൂൾ ഓർ കോളേജ് സംഘമാണെങ്കിൽ 100 എന്ന് ഓർത്ത് വെച്ചേക്കുക, വനിതാ സംഘമോ SC/ST സംഘമാണെങ്കിൽ 500 എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട്, പുതിയതായിട്ട് ആഡ് ചെയ്ത സംഭവമാണ്, എവരി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ആൻ ഫിസിക്കൽ മോഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് ഒരു സഹകരണ സംഘം രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ അപേക്ഷകളും സമർപ്പിക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും ഓൺലൈൻ മാധ്യമത്തിലൂടെയോ അല്ലെങ്കിൽ ഫിസിക്കലായോ ആയിരിക്കുന്നതാണ്. അമെൻമെന്റ് കൂടെ കൂട്ടിച്ചേർത്താണ് കേട്ടോ. ഒന്നുകിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക.
ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സംഘം നമ്മൾ അപേക്ഷ കൊടുത്തു, നമ്മളെല്ലാവരും കൂടി ചേർന്ന് സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുത്തെന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്ന് ഞാൻ വീഡിയോസ് ഇടും. എല്ലാവരും എന്നിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.